ഹലോ ഫ്രണ്ട്സ്, കൊറോണ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ IT ഇൻഫ്രാസ്ട്രക്ചർ പരിശീലനത്തിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ ദിവസം ഡോസ് കമാൻഡുകളെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയല്ലോ, അതിന്റെ തുടർച്ചയാണിത്. നേരത്തെ സൂചിപ്പിച്ച പോലെ നിങ്ങളുടെ വിൻഡോസ് മെഷീനിൽ വിൻഡോസ് കീ പ്ലസ് R എന്ന കോമ്പിനേഷൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റൺ കമാൻഡിൽ കമാൻഡ് എന്നോ CMD എന്നോ ടൈപ്പ് ചെയ്താൽ എത്തുന്ന സ്ക്രീനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തിരുന്നു. നമുക്ക് ഡയറക്ടറി സ്ട്രക്ചറുകളെ കുറിച്ച് തുടർന്ന് പഠിക്കാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് C ഡ്രൈവിലാണ്. C ഡ്രൈവ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് നിങ്ങളുടെ മൈ കമ്പ്യൂട്ടറിൽ കാണുന്ന ഡ്രൈവുകൾ തന്നെയാണ്. നമുക്ക് നിലവിൽ C:, D:, E: എന്ന മട്ടിൽ കാണുന്ന ഡ്രൈവുകളെ കുറിച്ച് തന്നെയുള്ള ഒരു ചർച്ചയാണ് നമ്മൾ കമാൻഡ് പ്രോംപ്റ്റിൽ നടത്തുന്നത്. ഇവിടെ C: കഴിഞ്ഞൊരു / സിമ്പിൾ ഉണ്ട്. ഈ / സൂചിപ്പിക്കുന്നത് അതൊരു റൂട്ട് ഡയറക്ടറി ആണെന്നാണ്. അതായത് നമ്മളിപ്പോൾ നിൽക്കുന്നത് നിങ്ങളുടെ ഫയൽ സിസ്റ്റത്തിന്റെ റൂട്ട് ഡയറക്ടറിയിലാണ് എന്നാണ് അർത്ഥം. ഇതിലൊരു ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യാനുള്ള കമാൻഡ് നമ്മൾ പഠിച്ചിരുന്നു അല്ലേ? മേക്ക് ഡയറക്ടറി അഥവാ MKDIR അല്ലെങ്കിൽ MD എന്ന് ടൈപ്പ് ചെയ്താൽ നമുക്ക് ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ടെസ്റ്റ് എന്ന പേരിലൊരു ഡയറക്ടറി C ഡ്രൈവിൽ ക്രിയേറ്റ് ചെയ്യാം. തുടർന്ന് നമ്മൾ നേരത്തെ പഠിച്ച CD എന്ന കമാൻഡ് ഉപയോഗിച്ച് ടെസ്റ്റ് എന്ന ഡയറക്ടറിയിലേക്ക് എത്താം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് C ഡ്രൈവിലെ ടെസ്റ്റ് എന്ന ഡയറക്ടറിയിലാണ്. ഇന്ന് നമുക്ക് സബ് ഡയറക്ടറികൾ, ഒന്നിലധികം സബ് ഡയറക്ടറികൾ ക്രിയേറ്റ് ചെയ്യും, ആ ഡയറക്ടറികൾ തമ്മിൽ ഫയലുകൾ കോപ്പി ചെയ്യുന്ന അടക്കമുള്ള പ്രൊസീജിയറുകളിലേക്ക് കടക്കാം. C ഡ്രൈവിൽ ടെസ്റ്റ് എന്ന ഫോൾഡറിൽ നമ്മൾ രണ്ട് സബ് ഫോൾഡേഴ്സ് ക്രിയേറ്റ് ചെയ്യാം. അതിനുവേണ്ടി മേക്ക് ഡയറക്ടറി ഹാർഡ്വെയർ എന്ന പേരിലും മേക്ക് ഡയറക്ടറി നെറ്റ്വർക്കിംഗ് എന്ന പേരിലും ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യാം. ഇപ്പൊ നമ്മൾ dir കമാൻഡ് ടൈപ്പ് ചെയ്താൽ അവിടെ ഹാർഡ്വെയർ എന്ന പേരിലും നെറ്റ്വർക്കിംഗ് എന്ന പേരിലും ഓരോ ഫോൾഡറുകൾ വിസിബിൾ ആണ്, ശരിയല്ലേ? തുടർന്ന് CD ഹാർഡ്വെയർ എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇവിടെ നമുക്ക് മേക്ക് ഡയറക്ടറി കാർഡ് ലെവൽ എന്നും മേക്ക് ഡയറക്ടറി ചിപ്പ് ലെവൽ എന്നും ടൈപ്പ് ചെയ്യാം. തുടർന്ന് dir കൊടുത്ത് നമുക്ക് ഉറപ്പുവരുത്താം നമ്മളുടെ ഹാർഡ്വെയർ എന്ന ഫോൾഡറിൽ കാർഡ് ലെവൽ എന്നും ചിപ്പ് ലെവൽ എന്നും രണ്ട് ഡയറക്ടറികൾ ഉണ്ടെന്ന്. ഇനി നമുക്ക് വേണ്ടത് ടെസ്റ്റ് എന്ന ഫോൾഡറിലേക്ക് തിരിച്ചു വന്ന ശേഷം അതിനകത്തുള്ള നെറ്റ്വർക്കിംഗ് എന്ന ഫോൾഡറിലേക്ക് പോകുക എന്നതാണ്. ഒരു ഡയറക്ടറി പുറകോട്ട് ഇറങ്ങണമെങ്കിൽ CD എന്ന കമാൻഡിന് ശേഷം 2 ഡോട്ട് ടൈപ്പ് ചെയ്യാം. 2 ഡോട്ട് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ പേരന്റ് ഡയറക്ടറിയാണ്. അതായത് നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന ഡയറക്ടറിയെ പ്രസന്റ് വർക്കിംഗ് ഡയറക്ടറി എന്ന് വിളിക്കും. അതിന് ഒരു പടി പുറകിലുള്ള ഡയറക്ടറിയെ നമ്മൾ പേരന്റ് ഡയറക്ടറി എന്ന് വിളിക്കും. CD ഡബിൾ ഡോട്ട് കൊടുത്താൽ നമ്മൾ പേരന്റ് ഡയറക്ടറിയിലേക്ക് എത്തും. അതായത് ഹാർഡ്വെയറിന്റെ പേരന്റ് ഡയറക്ടറി ടെസ്റ്റ് ആണ്. അതിനർത്ഥം ഒന്നുകൂടി CD ഡബിൾ ഡോട്ട് കൊടുത്താൽ നമ്മൾ റൂട്ട് ഡയറക്ടറിയിൽ തിരിച്ചെത്തുമെന്നർത്ഥം. നമുക്കൊന്നുകൂടെ മുമ്പോട്ട് പോകാം അല്ലേ? CD ടെസ്റ്റ്, തുടർന്ന് CD ഹാർഡ്വെയർ. അതിനർത്ഥം റൂട്ട് ഡയറക്ടറിയിലേക്ക് പോകണമെങ്കിൽ 2 തവണ CD ഡബിൾ ഡോട്ട് കൊടുക്കണം എന്നർത്ഥം. നിർബന്ധമില്ല, CD / എന്ന സിമ്പിൾ കൊടുത്താൽ നേരെ നമുക്ക് റൂട്ട് ഡയറക്ടറിയിലേക്ക് പോകാൻ പറ്റും. എന്തായാലും നമുക്ക് പോകേണ്ടത് നെറ്റ്വർക്ക് എന്ന ഫോൾഡറിലേക്കാണ്. CD ടെസ്റ്റ് കൊടുക്കുക, തുടർന്ന് CD നെറ്റ്വർക്കിംഗ് എന്ന് ടൈപ്പ് ചെയ്യുക. അവിടെ നമുക്ക് ഇൻവാലിഡ് ഡയറക്ടറി എന്നാണല്ലോ കാണുന്നത്. ടെസ്റ്റ് എന്ന ഫോൾഡറിൽ നെറ്റ്വർക്കിംഗ് എന്ന ഡയറക്ടറി ഇല്ല എന്നാണോ അതിൽ അർത്ഥമാക്കേണ്ടത്? നമുക്ക് നോക്കാം. dir എന്ന കമാൻഡ് അവിടെ കൊടുക്കാം. അവിടെ നമ്മൾ കാണുന്നുണ്ട് അല്ലേ, ആ ഡയറക്ടറിയിലേക്ക് നമുക്ക് പോകാൻ പറ്റുന്നില്ലല്ലോ. CD നെറ്റ്വർക്കിംഗ് എന്ന കമാൻഡ് കൊടുത്ത് ആ ഡയറക്ടറിയിലേക്ക് എനിക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പൊ നമുക്ക് നമ്മുടെ ഫയൽ സിസ്റ്റത്തില് ഒന്നുകൂടെ നോക്കിയിട്ട് ടെസ്റ്റ് എന്ന ഫോൾഡർ നോക്കാം. അവിടെ നമുക്ക് ഹാർഡ്വെയർ എന്ന പേരിലും നെറ്റ്വർക്കിംഗ് എന്ന പേരിലും ഫോൾഡേഴ്സ് കാണാൻ പറ്റുന്നുണ്ട്. ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഇവിടെ നെറ്റ്വർക്കിംഗ് എന്ന ഫോൾഡറിലേക്ക് പോകാൻ പറ്റുന്നുമുണ്ട്. എന്നാൽ കമാൻഡ് പ്രോംപ്റ്റിൽ നിന്നിട്ട് നമുക്ക് നെറ്റ്വർക്കിംഗ് എന്ന ഫോൾഡറിലേക്ക് പോകാൻ പറ്റുന്നില്ല. നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇവിടെ നമുക്ക് system32ലെ command.com എന്ന കമാൻഡാണ് നമ്മളിപ്പോൾ റൺ ചെയ്തിരിക്കുന്നത്. അതിന് പകരം ഒന്നുകൂടെ വിൻഡോസിന്റെ കമാൻഡ് ഓപ്ഷൻ എടുത്തിട്ട് CMD എന്ന് ഞാൻ ടൈപ്പ് ചെയ്യാണ്. CMD എന്ന് ടൈപ്പ് ചെയ്തപ്പോൾ നമുക്കൊരു പുതിയ കമാൻഡ് പ്രോംപ്റ്റ് കിട്ടി. ഈ കമാൻഡ് പ്രോംപ്റ്റിൽ CD / കൊടുത്ത ശേഷം CD ടെസ്റ്റ് എന്ന് കൊടുക്കുന്നു. dir കൊടുക്കുമ്പോൾ അവിടെ ഹാർഡ്വെയറും നെറ്റ്വർക്കിംഗ് എന്ന ഫോൾഡറും ഉണ്ട്. CD നെറ്റ്വർക്കിംഗ് എന്ന് ടൈപ്പ് ചെയ്യുന്നു.
ഇപ്പോൾ നമ്മൾ നെറ്റ്വർക്ക് എന്ന ഫോൾഡറിൽ എത്തിയല്ലോ. അതിനർത്ഥം cmd എന്ന കമാൻഡ് കൊടുത്തെത്തുന്ന പ്രോംപ്റ്റും command.com എന്ന കമാൻഡ് കൊടുത്തെത്തുന്ന പ്രോംപ്റ്റും തമ്മിൽ എന്തൊക്കെയോ ചെറിയ വ്യത്യാസങ്ങളുണ്ട് എന്നർത്ഥം. ശരിയല്ലേ? നമുക്കൊന്നുകൂടെ നോക്കാം. ടെസ്റ്റ് എന്ന ഫോൾഡറിൽ dir കൊടുത്തപ്പോൾ നെറ്റ്വർക്കിംഗ് എന്ന ഫോൾഡർ അവിടെ കാണിക്കുന്നുണ്ട്. cd നെറ്റ്വർക്കിംഗ് കൊടുത്തപ്പോൾ അവിടെ ഇൻവാലിഡ് ഡയറക്ടറിയാണ്. അതേസമയം system32ലെ cmd.exe എന്ന കമാൻഡിൽ നെറ്റ്വർക്ക് എന്ന ഫോൾഡറിലേക്ക് പോകാൻ പറ്റുന്നുണ്ട്. എന്താണ് ഇതിനർത്ഥം? നിങ്ങൾ cmd.exe എന്ന കമാൻഡ് റൺ ചെയ്ത് കമാൻഡുകൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾ നിൽക്കുന്നത് ഒരു മോഡേൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായ വിൻഡോസ് 7ന്റെയോ XPയുടെയോ കമാൻഡ് പ്രോംപ്റ്റ് തന്നെയാണ്. അതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ command.com പൂർണ്ണമായും നിങ്ങളുടെ പഴയകാല ഡോസിനെ അനുകരിക്കുകയാണ്. പഴയകാല ഡോസ് എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഒരു ചെറിയ കുഴപ്പമുണ്ട്. ഒരു ഫയലിന് അല്ലെങ്കിൽ ഒരു ഡയറക്ടറിക്ക് വരാൻ പറ്റുന്ന മാക്സിമം വലിപ്പം 8 ക്യാരക്ടറാണ്. 8 ക്യാരക്ടറുകളിന് മേൽ വരുന്ന ഒരു ഫയൽ നെയിമിനെ അല്ലെങ്കിൽ ഡയറക്ടറി നെയിമിനെ തിരിച്ചറിയാൻ നിങ്ങളുടെ command.comന് പറ്റില്ല. അതുകൊണ്ടാണ് നമുക്ക് നെറ്റ്വർക്കിംഗ് എന്ന ഫോൾഡറിലേക്ക് പോകാൻ പറ്റാതെ വന്നത്. ഉദാഹരണത്തിന് നമുക്കൊരു ഡയറക്ടറി ഉണ്ടാക്കാം. മേക്ക് ഡയറക്ടറി ഫയൽ നെയിം. ഫയൽ നെയിം എന്ന വാക്കിന് പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അത് കൃത്യം 8 ക്യാരക്ടറാണ്. നമുക്ക് ഫയൽ നെയിം എന്ന പേരിലൊരു ഡയറക്ടറി ഉണ്ടാക്കി. മേക്ക് ഡയറക്ടറി ഫയൽ നെയിം 1 എന്ന പേരിൽ ഫോൾഡർ ഉണ്ടാക്കി. ഈ 2 ഫോൾഡറും ക്രിയേറ്റ് ചെയ്യാൻ എറർ ഒന്നും കാണിച്ചില്ല. നമുക്ക് cd ഫയൽ നെയിം എന്ന് കൊടുത്തപ്പോൾ ഫയൽ നെയിം എന്ന ഫോൾഡറിലേക്ക് പോയി. എന്നാൽ cd ഡബിൾ ഡോട്ട് കൊടുത്ത ശേഷം cd ഫയൽ നെയിം 1 എന്ന് കൊടുത്താലും നമ്മൾ എത്തുന്നത് ഫയൽ നെയിം എന്ന ഫോൾഡറിൽ തന്നെയാണ്. അതായത് ഡോസ് നിങ്ങളുടെ ആദ്യത്തെ 8 ക്യാരക്ടറിനെ കുറിച്ച് മാത്രമേ പരിഗണിക്കുന്നുള്ളൂ എന്നർത്ഥം. ഇത്തരം പ്രശ്നങ്ങൾ command.comന് പകരം cmd.exe ഉപയോഗിച്ചാൽ ഉണ്ടാവില്ല എന്നർത്ഥം. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പല കമാൻഡ് പരീക്ഷണങ്ങൾക്ക് എളുപ്പം cmd.exe ആയിരിക്കും. എങ്കിലും പൂർണ്ണമായും പഴയ ഡോസിന്റെ ഒരു ഫീല് കിട്ടാൻ വേണ്ടി നമ്മൾ command.com ഉപയോഗിക്കുന്നു എന്നേ ഉള്ളൂ. നമുക്കൊന്നുകൂടെ സ്ക്രീൻ ക്ലിയർ ചെയ്യാം. 8 ക്യാരക്ടർ ആയിരുന്നു ഡോസിൽ ഒരു ഫയൽ നെയിമിന് കൊടുക്കാവുന്ന മാക്സിമം വലിപ്പം. തുടർന്ന് കുറച്ചുകൂടെ നീളമുള്ള ഫയൽ നെയിം വേണമെങ്കിൽ ഫയൽ നെയിമിന് ശേഷം ഒരു ഡോട്ട് ഉപയോഗിച്ച് 3 ക്യാരക്ടറുള്ള എക്സ്റ്റൻഷൻ കൊടുക്കാമായിരുന്നു. ഇതൊക്കെ പഴയ ഒരു കാര്യമാണ്. നിങ്ങളുടെ മോഡേൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾക്ക് 255 ക്യാരക്ടർ വരെ വലിപ്പമുള്ള ഫയൽ നെയിമുകൾ കൊടുക്കാനുള്ള പെർമിഷൻ ഉണ്ട്. നമുക്ക് നമ്മുടെ പരീക്ഷണത്തിലേക്ക് തിരിച്ചു പോകാം. ടെസ്റ്റ് എന്ന ഫോൾഡറിൽ ഹാർഡ്വെയർ എന്നും നെറ്റ്വർക്കിംഗ് എന്നും 2 ഫോൾഡേഴ്സ് കിടപ്പുണ്ട്. നമുക്കിപ്പോൾ ആവശ്യമില്ലാത്ത 2 ഫോൾഡേഴ്സ് അവിടെ ഉണ്ടല്ലോ. ഫയൽ നെയിം എന്നും ഫയൽ നെയിം 1 എന്ന പേരിൽ 2 ഫോൾഡേഴ്സ് ഉണ്ട്. നമുക്ക് ആ ഫോൾഡറുകൾ അങ്ങ് ഡിലീറ്റ് ചെയ്യാം. ശരിയല്ലേ? ഡിലീറ്റ് ചെയ്യാൻ rd ഫോളോഡ് ബൈ ഫയൽ നെയിം, തുടർന്ന് rd ഫോളോഡ് ബൈ ഫയൽ നെയിം 1. ഈ 2 ഫയലുകളും ഡിലീറ്റഡ് ആയി. cd കമാൻഡ് ഉപയോഗിച്ച് നമുക്ക് നെറ്റ്വർക്കിംഗ് എന്ന ഫോൾഡറിലേക്ക് പോവാം. നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് എന്താണെന്ന് ഓർമ്മയുണ്ടല്ലോ അല്ലേ? നമ്മൾ ഹാർഡ്വെയർ എന്നും നെറ്റ്വർക്കിംഗ് എന്നും 2 ഫോൾഡറുകൾ ഉണ്ടാക്കുകയും അതിനകത്തേക്ക് സബ് ഫോൾഡർ ഉണ്ടാക്കാനുള്ള ശ്രമമായിരുന്നു. ഹാർഡ്വെയർ എന്ന ഫോൾഡറിൽ നമ്മൾ 2 സബ് ഫോൾഡേഴ്സ് ഉണ്ടാക്കി. കാർഡ് ലെവൽ എന്നും ചിപ്പ് ലെവൽ എന്നും ആയിരുന്നു അതിന്റെ പേര്, ഓർമ്മയുണ്ടല്ലോ. തുടർന്ന് നെറ്റ്വർക്കിംഗ് എന്ന ഫോൾഡറിൽ നമുക്ക് md കമാൻഡ് ഉപയോഗിച്ച് ccna എന്നും vmware എന്നും mcsc എന്ന പേരിൽ നമുക്ക് ഫോൾഡേഴ്സ് ഉണ്ടാക്കാം. ഇപ്പൊ നെറ്റ്വർക്കിംഗ് എന്ന ഫോൾഡറിൽ ccna, mcsc, vmware എന്നീ ഫോൾഡേഴ്സ് ഉണ്ട്. തുടർന്ന് ഞാൻ cd / കമാൻഡ് ഉപയോഗിച്ച് പ്രോംപ്റ്റിലേക്ക് തിരിച്ചെത്തി. ഇനിയിപ്പോൾ ഉണ്ടാകുന്ന ആശയക്കുഴപ്പം, ഞാൻ ക്രിയേറ്റ് ചെയ്ത ഫോൾഡർ സബ് ഫോൾഡർ സ്ട്രക്ചറുകളെ കുറിച്ച് എനിക്ക് പൂർണ്ണമായ ഓർമ്മയില്ല. ഓരോ ഡയറക്ടറിക്ക് അകത്ത് ചെന്ന് വേണം എനിക്കത് പരിശോധിക്കാൻ. അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇപ്പൊ ഡയറക്ടറികളുടെ ഒരു ഹൈറാർക്കി അല്ലെങ്കിൽ ഒരു ക്രമമുണ്ട്. ആ ക്രമം അറിയാനുള്ള ഒരു കമാൻഡ് നമുക്ക് പഠിക്കാം. ട്രീ എന്നാണ് കമാൻഡിന്റെ പേര്. ട്രീ ഫോളോഡ് ബൈ നിങ്ങളുടെ ഫോൾഡറിന്റെ പേരെന്താണെന്ന് പറഞ്ഞു കൊടുത്താൽ ആ ഫോൾഡറും ആ ഫോൾഡറിലുള്ള സബ് ഡയറക്ടറി സ്ട്രക്ചറുകളെ കുറിച്ചുള്ള വ്യക്തമായ രൂപം നമുക്ക് കിട്ടും. ഈ കാണുന്ന പോലെ ടെസ്റ്റ് എന്ന ഫോൾഡറിന് ഹാർഡ്വെയർ എന്ന സബ് ഫോൾഡർ ഉണ്ടെന്നും നെറ്റ്വർക്കിംഗ് എന്ന സബ് ഫോൾഡർ ഉണ്ടെന്നും അവ ഓരോന്നിന്റെയും കീഴിൽ കാർഡ് ലെവൽ, ചിപ്പ് ലെവൽ, CCNA, MCSC തുടങ്ങിയ സബ് ഫോൾഡേഴ്സ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. ട്രീ എന്ന കമാൻഡ് നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലുള്ള ഹൈറാർക്കിയൽ ഫയൽ സിസ്റ്റം സ്ട്രക്ചറിനെ മുഴുവൻ കാണിക്കാൻ ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മൾ സി ഡ്രൈവിൽ നിന്നിട്ട് ട്രീ എന്ന കമാൻഡ് മാത്രം സി ഡ്രൈവിൽ നിന്നുകൊണ്ട് കൊടുത്താൽ നിങ്ങളുടെ മുഴുവൻ ഡയറക്ടറി സ്ട്രക്ചറുകളും അതുമായി ബന്ധപ്പെട്ട സബ് ഡയറക്ടറി സ്ട്രക്ചറുകളും കാണിക്കും. വളരെയധികം ഇൻഫർമേഷൻ ട്രീ എന്ന കമാൻഡ് തരുന്നുണ്ട്.
അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് സമയത്തേക്ക് എൻ്റെ മെഷീൻ്റെ പ്രവർത്തനം മൊത്തം ഈ ഒരു ഡയറക്ടറി സബ് ഡയറക്ടറി സ്ട്രക്ചർ കാണിക്കാനായിരിക്കും. ഇത്രത്തോളം ഇൻഫർമേഷൻ കിട്ടിയിട്ട് എനിക്ക് വലിയ കാര്യമൊന്നുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു റൂട്ട് ഡയറക്ടറിയുടെ മുഴുവൻ സബ് ഡയറക്ടറി സ്ട്രക്ചർ അറിഞ്ഞുകൊണ്ട് എനിക്ക് വലിയ പ്രയോജനമൊന്നുമില്ല. നമ്മൾ അതുകൊണ്ട് കൊടുക്കുന്നില്ല. എന്തായാലും ട്രീ എന്ന കമാൻഡിന്റെ പ്രയോജനം മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. ഇതാണ് ഏറ്റവും ബേസിക് ലെവൽ കുറച്ച് കമാൻഡുകൾ. ഇപ്പോൾ നിലവിൽ ഡയറക്ടറി സബ് ഡയറക്ടറി സ്ട്രക്ചർ മനസ്സിലായ സ്ഥിതിക്ക് നമുക്കൊരു ഫയലിനെ ഒരു ഡയറക്ടറിയിൽ നിന്ന് വേറൊരു ഡയറക്ടറിയിലേക്ക് എങ്ങനെ മൂവ് ചെയ്യും അല്ലെങ്കിൽ കോപ്പി ചെയ്യും തുടങ്ങിയ കാര്യങ്ങൾ നോക്കാം. ഉദാഹരണത്തിന് ടെസ്റ്റ് എന്ന ഫോൾഡറിൽ ഹാർഡ്വെയർ എന്ന ഫോൾഡറിൽ കാർഡ് ലെവൽ എന്ന പേരിൽ ഒരു ഫോൾഡർ ഉണ്ട്. അതിൽ ഞാനൊരു ഫയൽ ഉണ്ടാക്കുകയാണ്. ഫയൽ ഉണ്ടാക്കാനുള്ള കമാൻഡ് ഓർമ്മയുണ്ടല്ലോ അല്ലേ? കോപ്പി കോൺ എന്ന മെക്കാനിസം ഉപയോഗിച്ച് നമുക്കൊരു ഫയൽ ഉണ്ടാക്കാം. ടെസ്റ്റ് ഫയൽ എന്ന പേരിൽ കാർഡ് ലെവൽ എന്ന ഡയറക്ടറിയിൽ നമ്മളൊരു ഫയൽ ഉണ്ടാക്കി. അതിൽ എന്തെങ്കിലും ഒരു കണ്ടന്റ് നമ്മൾ ടൈപ്പ് ചെയ്തു, തുടർന്ന് Ctrl+Z കൊടുത്ത് സേവ് ചെയ്തു. നിലവിൽ dir കമാൻഡ് കൊടുത്താൽ ടെസ്റ്റ് ഫയൽ ഉണ്ട്. അപ്പം എനിക്ക് വേണ്ടത് ടെസ്റ്റ് ഫയൽ എന്ന ഫയലിനെ സി ഡ്രൈവിലെ ടെസ്റ്റിലെ നെറ്റ്വർക്കിങ്ങിനകത്തെ CCNA എത്തിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് റൂട്ട് ഡയറക്ടറിലാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് കോപ്പി എന്ന കമാൻഡിന്റെ പൂർണ്ണമായ ഉപയോഗം നമുക്കിവിടെ പരിശോധിച്ച് നോക്കാം. നേരത്തെ നമ്മൾ അടിസ്ഥാന ലെവൽ ഒരു ഫയലിനെ വേറൊരു പേരിലേക്ക് കോപ്പി ചെയ്യാൻ വേണ്ടി കോപ്പി കമാൻഡ് ഉപയോഗിച്ചിരുന്നു. ഇത്തവണ നമ്മൾ പൂർണ്ണമായ ഒരു ഡയറക്ടറി സ്ട്രക്ചറിനകത്ത് നിന്ന് വേറൊരു ഡയറക്ടറി സ്ട്രക്ചറിനകത്തേക്ക് ഒരു ഫയലിനെ കോപ്പി ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാൻ പോവാണ്. കോപ്പി C:*അകത്തെ നമ്മൾ നിൽക്കുന്ന ഫോൾഡർ, അതിൻ്റെ കീഴിലുള്ള സബ് ഫോൾഡർ, അതിൻ്റെ കീഴിലുള്ള സബ് ഫോൾഡർ, അതിനകത്തെ ഫയലിന്റെ പേര്. ഇതാണ് സോഴ്സ്. തുടർന്ന് ഡെസ്റ്റിനേഷൻ പാത്ത് C:*അകത്ത് തന്നെയുള്ള ടെസ്റ്റിനകത്തുള്ള നെറ്റ്വർക്കിങ്ങിന് അകത്തുള്ള CCNA എന്ന ഫോൾഡറിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ തീരുമാനിക്കുകയാണ്. CCNA എന്ന ഫോൾഡറിൽ എത്തുമ്പോൾ ഈ ഫയലിന് മറ്റെന്തെങ്കിലും പേരാണ് വേണ്ടതെങ്കിൽ CCNA/ ആ ഫയൽ നെയിം കൂടെ പറഞ്ഞു കൊടുക്കാം. ടെസ്റ്റ് ഫയൽ എന്ന പേരിൽ തന്നെ അവിടെ എത്തിയാൽ മതിയെങ്കിൽ CCNA എന്ന് പറഞ്ഞ് മാത്രം നമുക്ക് അവസാനിപ്പിക്കാം. എന്റർ പ്രസ് ചെയ്യുക. വൺ ഫയൽ ഈസ് കോപ്പീഡ് എന്ന് കാണിക്കും. ഓക്കെ, ഇത് ശരിയാണോ എന്നറിയാൻ CD ടെസ്റ്റ്, CD നെറ്റ്വർക്കിംഗ്, CD CCNA, തുടർന്ന് dir കമാൻഡ് കൊടുത്താൽ നമ്മുടെ ടെസ്റ്റ് ഫയൽ അവിടെ കിടപ്പുണ്ട്. കോപ്പി എന്ന അടിസ്ഥാന കമാൻഡ് മനസ്സിലായല്ലോ. എന്നാൽ നമുക്ക് വേണ്ടത് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു ഫയൽ കോപ്പിയിങ് പ്രോസസ്സുകളാണെന്ന് വിചാരിക്കുക. ഉദാഹരണത്തിന് നിങ്ങളുടെ ഒരു ഡയറക്ടറി സ്ട്രക്ചറിനെ മൊത്തമായി വേറൊരു ഡയറക്ടറിക്കകത്തേക്ക് മാറ്റുക തുടങ്ങിയ കോംപ്ലിക്കേറ്റഡ് പ്രൊസീജിയറുകൾ ചെയ്യാൻ കോപ്പി എന്ന കമാൻഡിന് കഴിവില്ല. അതിനുള്ള വളരെ പവർഫുൾ ആയ കമാൻഡാണ് എക്സ്കോപ്പി എന്നത്. ഉദാഹരണത്തിന് എക്സ്കോപ്പി C:/test/hardware. ഇതിന്റെ കീഴിൽ ഇഷ്ടംപോലെ സബ് ഡയറക്ടറികൾ ഉണ്ടെന്നും അതിനകത്ത് ഫയൽസ് ഉണ്ടെന്നും നമുക്കറിയാം. ഇവിടെ ഹാർഡ്വെയർ സ്ലാഷ് ഇതിന് കീഴിലുള്ള എല്ലാ ഡയറക്ടറികളെയും അതിന് നമ്മൾ star.star എന്ന കമാൻഡ് ഉപയോഗിക്കും. star.star എന്ന വാക്കിനർത്ഥം സ്റ്റാർ ആദ്യത്തെ സ്റ്റാർ സൂചിപ്പിക്കുന്നത് ഏത് ഡയറക്ടറി നെയിം ആണെങ്കിലും എന്നാണ്. ഡോട്ടിന് ശേഷം വരുന്ന സ്റ്റാർ ഉപയോഗിക്കുന്നത് അതിന്റെ ഫയൽ എക്സ്റ്റൻഷൻ ഏതാണെങ്കിലും എന്നാണ്. വൈൽഡ് കാർഡ് ക്യാരക്ടർ എന്ന് വിളിക്കും. അപ്പോൾ സിയിലെ ടെസ്റ്റിലെ ഹാർഡ്വെയറിനകത്തുള്ള എല്ലാ ഫയൽസിനെയും C:*ൽ തന്നെയുള്ള ടെസ്റ്റിനകത്തുള്ള നെറ്റ്വർക്കിങ്ങിലേക്ക് കോപ്പി ചെയ്യാൻ പറയാം. അതിന്റെ കൂടെ ഒരു അഡീഷണൽ പാരാമീറ്റർ കൊടുക്കാം, അതായത് ഇൻക്ലൂഡ് ഓൾ ദ സബ് ഡയറക്ടറീസ്. തുടർന്ന് എന്റർ പ്രസ് ചെയ്യാം. പക്ഷെ നമ്മൾ ഇത്രയും പറഞ്ഞെങ്കിലും ഇതിനകത്ത് ഒരേ ഒരു ഫയൽ മാത്രമേ ഉള്ളായിരുന്നു. അതുകൊണ്ട് ആ ഫയൽ മാത്രം കോപ്പീഡ് ആവും, മറ്റ് സബ് ഡയറക്ടറി സ്ട്രക്ചറുകൾ വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇതേ കമാൻഡ് ഞാൻ ഒന്നുകൂടെ റൺ ചെയ്തിട്ട് ഒരു /e എന്ന ഓപ്ഷൻ കൂടെ കൊടുക്കുകയാണ്. E എന്ന ഓപ്ഷൻ കൊടുക്കുമ്പോൾ സംഭവിച്ചത് empty ആയ, അതായത് കണ്ടന്റ്സ് ഒന്നും ഇല്ലാത്ത ഡയറക്ടറി സ്ട്രക്ചറുകളും കോപ്പി ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ കണ്ടന്റ്സ് ഒന്നും ഇല്ലാത്ത സബ് ഡയറക്ടറി സ്ട്രക്ചറുകളും നെറ്റ്വർക്കിംഗ് എന്ന ഫോൾഡറിൽ എത്തിയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ നിങ്ങൾക്ക് കാണാം, നിങ്ങളുടെ കാർഡ് ലെവൽ, ചിപ്പ് ലെവൽ തുടങ്ങിയ ഹാർഡ്വെയറിനകത്ത് ഉണ്ടായിരുന്ന ഫോൾഡേഴ്സ് കൂടെ ഇപ്പോൾ നെറ്റ്വർക്കിംഗിൽ എത്തിയിട്ടുണ്ട്.
അപ്പോൾ എക്സ്കോപ്പി എന്ന കമാൻഡിന്റെ ചില അടിസ്ഥാന കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. എക്സ്കോപ്പി എന്ന് വളരെ വിപുലമായ കഴിവുകളുള്ള ഒരു കമാൻഡാണ്. എക്സ്കോപ്പിയുടെ /? കൊടുക്കുമ്പോഴുള്ള ഓപ്ഷൻസ് വഴി നമുക്ക് മനസ്സിലാവും. ഞാനതിൽ ഉപയോഗിച്ചത് /s എന്ന ഫംഗ്ഷനാലിറ്റിയും /e എന്ന ഫംഗ്ഷനാലിറ്റിയുമാണ്. അതായത് സബ് ഡയറക്ടറി സ്ട്രക്ചറൂടെ കോപ്പി ചെയ്യണം, ദെൻ empty ആയ, അതായത് സബ് ഡയറക്ടറികൾ കോപ്പി ചെയ്യുകയും അതിന് കണ്ടന്റ്സ് ഒന്നും ഇല്ലാത്ത ഡയറക്ടറി അടക്കമാണെങ്കിലും കോപ്പി ചെയ്യണം എന്നർത്ഥം. ഇതുപോലെ വളരെയധികം ഓപ്ഷൻസ് എക്സ്കോപ്പിക്കുണ്ട്. ഉദാഹരണത്തിന് വളരെ പവർഫുൾ ആയ ഒരു ഓപ്ഷനാണ് /c എന്നത്. കണ്ടിന്യൂസ് കോപ്പിയിങ് ഈവൻ ഇഫ് എറർ ഒക്കേഴ്സ്. നമുക്ക് പലപ്പോഴും പരിചയമുള്ള കാര്യമാണ്. ഒരു മെമ്മറി കാർഡിൽ നിന്നോ മറ്റേതെങ്കിലും ഡയറക്ടറി സ്ട്രക്ചറിൽ നിന്നോ ഒരു 50 ഫയൽ നമുക്ക് വേറൊരു ഡ്രൈവിലേക്ക് കോപ്പി ചെയ്യാനുണ്ടെന്ന് കരുതുക. കണ്ടിന്യൂസ് ആയി കോപ്പി ചെയ്യാനിടുമ്പോൾ നിങ്ങളുടെ 50 ഫയലുകളിൽ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ഫയലിന് ഒരു എറർ ഉണ്ടാവാം. പക്ഷേ നിങ്ങളുടെ മുഴുവൻ കോപ്പിയിങ് പ്രോസസ്സും അവിടെ അബോർട്ട് ആകുകയാണ്. വിൻഡോസ് ബേസ്ഡ് ഫയൽ കോപ്പിയിങ് പ്രോസസ്സിൽ ഗ്രാഫിക്കലായ ഫയൽ കോപ്പിയിങ് പ്രോസസ്സ് വഴിയാണെങ്കിൽ ഒരു ഫയലിന് എറർ ഉണ്ടെങ്കിൽ പോലും ആ കോപ്പിയിങ് പ്രോസസ്സ് അവിടെ നിൽക്കുന്നത് കാണാം. എന്നാൽ അതേസമയം എക്സ്കോപ്പി എന്ന കമാൻഡ് ഉപയോഗിക്കുകയും അതിന്റെ /c എന്ന പാരാമീറ്റർ ഉപയോഗിക്കുകയും കൂടെ ചെയ്താൽ എത്ര പ്രശ്നമുള്ള അവസ്ഥയിലും ആ ഫയലുകളെ സ്കിപ്പ് ചെയ്തുകൊണ്ട് തുടർന്ന് അടുത്ത ഫയലുകൾ കോപ്പിഡ് ആവും. ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. കമാൻഡ് പ്രോംപ്റ്റിന് പലപ്പോഴും ഗ്രാഫിക്സിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റാത്ത അഡീഷണൽ പവറുകൾ ഉണ്ട് എന്ന് പറഞ്ഞത്. www.itfundamentals.in എന്ന വെബ്സൈറ്റിൽ നിങ്ങൾ ഈ കാണുന്ന വീഡിയോയ്ക്ക് താഴെ തന്നെ ഡോസ് കമാൻഡുകളുടെ ഒരു കംപ്ലീറ്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ നമുക്ക് പ്ലാൻ ഉണ്ട്. അതുകൂടാതെ ഡോസ് കമാൻഡുകളുടെ ഒരു കംപ്ലീറ്റ് ലിസ്റ്റിന്റെ PDF ഫയൽ ഡൗൺലോഡ് ചെയ്യാവുന്ന രൂപത്തിൽ ഇമെയിൽ സബ്സ്ക്രൈബേഴ്സിന് അയച്ചു കൊടുക്കാനുള്ള പ്ലാനും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇമെയിൽ സബ്സ്ക്രിപ്ഷന് വേണ്ടി നിങ്ങളുടെ വെബ്സൈറ്റിൽ കാണുന്ന ഇമെയിൽ സബ്സ്ക്രൈബ് ഓപ്ഷനിൽ നിങ്ങളുടെ ഇമെയിൽ ടൈപ്പ് ചെയ്ത ശേഷം ഒന്ന് സബ്മിറ്റ് ചെയ്യുക. താങ്ക് യു.